ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഡേറ്റ്സ് കേക്കാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഓവണും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല മോയിസ്റ്റും ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഞ്ചസാര ഇവിടെ ഏകദേശം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഓവറായി ഡാർക്ക് കളർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരും കേക്കിന്. ഈ ഒരു കളർ ആയാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓണാക്കി ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം കുരുകളഞ്ഞെടുത്ത ഡേറ്റ്സ് ആണിത്. ഡേറ്റ്സ് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. കുറുകി വരും. ഡേറ്റ്സ് കുറച്ച് ഹാർഡാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയിരുന്നു. ഇനി ഇത് ചൂടാറാനായി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. അത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ മിക്സ് നന്നായി ചൂടാറിയതിന് ശേഷം അടിച്ചു വെച്ച എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് അരിച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചെറിയ മോളാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഷേക്കായത്. കുറച്ചായി മൈദ ചേർത്ത് ഇത് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ടാണ് മൈദ മിക്സ് ചേർത്ത് കൊടുത്തത്. ബാക്കിയുള്ള മൈദ മിക്സും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. നല്ല വാശിയായിരുന്നു അവൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. 1 കപ്പ് മൈദയിൽ നിന്ന് കുറച്ച് മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും ഇത്. ഞാനിത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, സ്റ്റൗ ടോപ്പിൽ. ഇതിലേക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ ഒരു പഴയ പാൻ വെച്ച് അതിൻ്റെ മുകളിലായി ഈ പാത്രം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ബേക്കായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത് 40 to 45 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ 30 to 35 മിനിറ്റ് മതിയാവും 180 ഡിഗ്രിയിൽ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഓവനും ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കേക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. ഡേറ്റ്സ് കേക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.